ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായി ഒരു വ്യക്തിത്വം ഇല്ല എന്നാണ് സോഷ്യൽ മീഡിയ തന്നെ പറയുന്നത്. കാരണം മോദി എന്തു ചെയ്യുന്നു അത് നോക്കിയാണ് രാഹുൽ ഗാന്ധിയും ചെയ്യുന്നത്. മോദിയാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു റോൾ മോഡൽ. അതായത് നരേന്ദ്രമോദി എന്ത് കാണിക്കുന്നു അത് അടുത്ത ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ അനുകരിക്കും. മോദി കഴിഞ്ഞ മാസം ഇൻസ്റ്റാഗ്രാമിൽ അർദ്ധരാത്രി 2 ദിവസങ്ങൾ തുടർച്ചയായി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമായി ജൻസികളോട് ഒരു ആശയവിനിമയം നടത്തിയപ്പോൾ ലോകരാജ്യങ്ങളുടെ മുന്നിൽ മോദിയുടെ പ്രശസ്തി ഒരുപടി ഉയർന്നു. കൂടാതെ മോദിയുടെ ഫോളോവേഴ്സ് ഗണ്യമായ രീതിയിൽ ഒരു വർധനമുണ്ടായി. ഇതെല്ലാം രാഹുലിന് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു. അങ്ങനെയാണ് 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതാ രാഹുൽ ഗാന്ധി ഇൻസ്റ്റാഗ്രാമിൽ ജൻസികളോട് ഒരു ആശയവിനിമയം അല്ലെങ്കിൽ ഒരു സംവാദം നടത്താനായിട്ട് രാഹുൽ ഗാന്ധി തയ്യാറായിരിക്കുകയാണ്. ഇന്നലെയൊക്കെ രാഹുൽ ഗാന്ധി ജൻസികളോട് ആശയവിനിമയം ഒക്കെ നടത്തി. പക്ഷേ മോദി നടത്തുന്നത് പോലെയല്ല രാഹുൽ ഗാന്ധി ജൻസികളോട് ആശയവിനിമയം നടത്തുന്നത്. നരേന്ദ്രമോദി ജൻസികളോട് നടത്തിയാൽ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു തരത്തിലേക്കായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നത്. പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണെങ്കിലോ അവിടെ കുത്തിത്തിരിപ്പ് കൊണ്ടുവരും. അവിടെ ജൻസികളെ ഏത് രീതിയിലും ഇളക്കി വിട്ടുകൊണ്ട് ഒരു കലാപം നടത്താനുള്ള ഒരു ട്രാക്ക് രാഹുൽ ഗാന്ധി അവിടെ രൂപപ്പെടുത്തി കൊടുക്കും. അതാണ് മോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഒരു വ്യത്യാസം. അങ്ങനെ രാഹുൽ ഗാന്ധി ഇൻസ്റ്റാഗ്രാമിൽ ആസ്ക് മീ എനിത്തിങ്, അതായത് എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചോളൂ, എന്ത് മണ്ടത്തരം വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ അതിലെല്ലാം ഒരു മറുപടി പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ പരിപാടിക്ക് തുടക്കം പറ്റിയിട്ടുള്ളത്. ആസ്ക് മീ എനിത്തിങ് എന്നാണ് അതിന്റെ പേര്. വ്യാഴാഴ്ച വിദ്യാർത്ഥികൾ ഉന്നയിച്ച വിവിധ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും രാഹുൽ ഗാന്ധി ചെയ്തു. കോൺഗ്രസ് സഖ്യകക്ഷിയായിട്ടുള്ള ജാർഖണ്ഡിലെ വിദ്യാർത്ഥി സമരത്തെക്കുറിച്ചും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് പരാമർശിച്ചു. വിദ്യാർത്ഥികൾ പറയുന്നത് കേൾക്കാൻ എല്ലാ സർക്കാരുകളും തയ്യാറാകണമെന്നാണ് രാഹുൽ ഗാന്ധി മറ്റ് സർക്കാരിനോട് ഉപദേശം നൽകിയത്, മറ്റ് സംസ്ഥാനങ്ങളിലെ. പക്ഷേ വിവരമുള്ള ജൻസികൾ ആരും രാഹുലിനെ മൈൻഡ് പോലും ചെയ്തില്ല. രാഹുലിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ആരും കയറി കണ്ടതുമില്ല. ഇൻസ്റ്റാഗ്രാമിലൂടെ രാഹുൽ ഗാന്ധി കുറിച്ചത് ഇങ്ങനെയാണ്: വിദ്യാർത്ഥികളെ, ജൻ ഇസഡ് തലമുറയെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞാൻ ഇതാ തയ്യാറാണ്. എനിക്ക് വേറെ ഒരു പണിയൊന്നുമില്ല. രാവിലെ ഒരു 10 മിനിറ്റ് ലോകസഭയിൽ ചെന്നു, അല്ലെങ്കിൽ രാവിലെ ഒരു അരമണിക്കൂർ പാർലമെന്റിൽ ചെന്ന് കിടന്ന് ഒരു അടിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്പീക്കർ ഇന്നത്തെ പാർലമെന്റ് നിർത്തിവെച്ചിരിക്കുന്നു, ബാക്കി നാളെ കാണാമെന്ന് പറയുന്നു. ബാക്കി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം ഉണ്ട്, ഞാൻ 24 മണിക്കൂർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാൻ ഞാൻ എന്തും പറയും. പക്ഷേ കൂടുതലായിട്ടുള്ള ഈ ഡിഫൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും, കടുകട്ടി ചോദ്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. സാധാരണഗതിയിൽ അതായത് എങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം, ഒരു സർക്കാരിനെ എങ്ങനെ താഴെ ഇറക്കണം, അങ്ങനത്തെ ഉള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അതിനുള്ള ഉത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അല്ലാതെ ഇപ്പോൾ റഷ്യ ഇന്ത്യക്ക് നൽകുന്ന ആയുധങ്ങളെ പറ്റിയോ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സൈന്യവും മറ്റ് രാജ്യങ്ങളിലെ സൈന്യവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ആയുധബലം, അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്നതാണ് രാഹുൽ ഗാന്ധി ആദ്യമേ തന്നെ പറയുന്നുണ്ട്. എനിക്ക് കഴിയുന്ന അത്ര ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി നൽകും എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. JPSSC അതോടൊപ്പം തന്നെ JSSC നിയമങ്ങളിലെ ക്രമക്കേടുകൾക്കെതിരെ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാജ്യത്തെ നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായം തകർന്നു പോയെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെടുന്നു. എങ്കിലും കേന്ദ്രത്തിലായാലും കോൺഗ്രസ് ഭരണത്തിലായാലും ഏത് സർക്കാരും വിദ്യാർത്ഥികൾ പറയുന്നത് കേൾക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. രാജ്യത്ത് നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തകർന്നു പോയിരിക്കുന്നുവെന്നും അത് സാധാരണക്കാർക്ക് താങ്ങാനാവാത്തതും അടിച്ചമർത്തൽ സ്വഭാവമുള്ളതുമാണെന്നും ഞാൻ കോട്ടയിലും ഡെറാഡൂണിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നാണ് രാഹുൽ പറയുന്നത്. അലഹാബാദിലും അത് ആവർത്തിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. കേന്ദ്ര സർക്കാരോ കോൺഗ്രസ് സർക്കാരോ ജാർഖണ്ഡ് സർക്കാരോ ഏത് സർക്കാരായാലും വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം വരുത്താൻ നടപടി എടുക്കുകയും വേണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ജാർഖണ്ഡിലെ നിയമ പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ പ്രതിഷേധം വ്യാഴാഴ്ച 13ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 6 പ്രതിഷേധക്കാർ നിരാഹാര സമരം നടത്തുന്നുണ്ട്. പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനായി സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്താൻ സമരത്തിലുള്ള വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികളും ചേർന്ന് 11 അംഗ പ്രതിനിധി സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ജയ്പാൽ സിംഗ് മുണ്ട സ്റ്റേഡിയത്തിൽ JPSSC അതോടൊപ്പം തന്നെ JSSC റിഫോസ് മഞ്ച എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജൂലൈ 25-ന് ആരംഭിച്ച സമരം സമീപകാലത്ത് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ നയിച്ച ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. പഠിക്കാനുള്ള അവകാശത്തിനായി പോരാടുന്ന യുവതികൾക്ക് നൽകാനുള്ള സന്ദേശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗാന്ധി പറഞ്ഞത്, ഇന്ത്യയിലെ സ്ത്രീകൾ നമ്മുടെ കരുത്തും ഏറ്റവും വലിയ സമ്പത്തുമാണ്. സത്യം പറഞ്ഞാൽ സമൂഹത്തിലും നമ്മുടെ വിദ്യാഭ്യാസ കോർപ്പറേറ്റ് സംവിധാനങ്ങളിലും സ്ത്രീകൾ നേടുന്ന പെരുമാറ്റ രീതികളോട് എനിക്കൊട്ടും യോജിപ്പില്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് തുല്യമായ ഇടം ലഭിക്കാൻ അർഹതയുണ്ട്. വാസ്തവത്തിൽ തുല്യമായ ഇടത്തേക്കാൾ
ഉപരിയായി പരിഗണിക്കപ്പെടാൻ അവർ അർഹരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി ജൻസികളെ ഇളക്കി വിട്ടുകൊണ്ടുള്ള ഒരു കുത്തിത്തിരിപ്പ് നടത്തുന്നുണ്ട്. പക്ഷെ അത് വിജയിക്കാനൊന്നും പോകുന്നില്ല എന്ന് സാമാന്യ ബോധമുള്ള ആർക്കും അറിയാവുന്ന കാര്യമാണ്.